ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഹുണ്ടായി നിയോ ഫ്ലൂയിഡിക് എലൻട്ര ഈ ഒരു വാഹനം സെയിലിനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനം പെട്രോൾ വേരിയൻറ്റ് 1.8 XX80 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഈ ഒരു വാഹനം 2014 ഒക്ടോബറിലുള്ളതാണ്. ഈ ഒരു വാഹനം സെയിലിനാണ്. അപ്പോൾ വാഹനം ഇപ്പോൾ ഉള്ളത് നെടുമങ്ങാടാണ്. റീപ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, ഒരു മരം വീണ് മാറിയിട്ടുള്ളതാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ഈ ഒരു പെട്രോൾ വേരിയൻ്റ് വാഹനം ആണ്. കേരളത്തിൽ കൊണ്ടുവന്നു, നമ്മൾ രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ട്. നെടുമങ്ങാട് രജിസ്ട്രേഷനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. പെട്രോൾ വേരിയൻറ്റ് 1.8 VT XX 1.8 AT ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. 4 വർഷം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 1 ലക്ഷം കിലോമീറ്ററിന് അടുപ്പിച്ച് ഓടുന്ന ഒരു വാഹനമാണ്. 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം നല്ല പവറാണ് പെട്രോൾ വേരിയൻറ്റ് വരുമ്പോൾ. ഇത് VT XX ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനത്തിന് അകസൈഡും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96,642 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു വാഹനമാണ്. റീപ്ലേസിംഗ് എന്ന് പറയാനായിട്ട് ഈ ഒരു ക്ലാസ് മാത്രം, ഫ്രണ്ട് വിൻഷീൽഡ് ക്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, ഒരു മരം വീണ് മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അപ്പോൾ ഇത്രയും വരുന്ന രീതിയിലുള്ളതാണ്. ഇൻറ്റീരിയർ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനം അത്യാവശ്യം ക്വാളിറ്റിയിൽ എന്ന് വെച്ചാൽ ഫുൾ AC ഓടുന്നൊരു വാഹനമായതുകൊണ്ട് ടോപ്പ് ആയാലും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആയാലും സീറ്റ് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ 2014 എന്ന് പറഞ്ഞാൽ 11 വർഷമായിട്ട് ഈ ഒരു വാഹനം ക്വാളിറ്റിയിൽ ഓടുകയാണ്. എന്നുവെച്ചാൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, സസ്പെൻഷൻ നോയ്സ് ഇല്ല. അതുപോലെ തന്നെ വാഹനം ഓടിച്ച് നോക്കിയാൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഓടാനുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓയിലടി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം വന്ന് എടുത്ത് യൂസ് ചെയ്യാം. കേരളത്തിലെ രജിസ്ട്രേഷനും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലടിയ കാര്യങ്ങൾ ഒന്നുമില്ല. 1 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയാലും സർവീസ് കമ്പനി ഹിസ്റ്ററിയാണ്. കമ്പനിയിൽ തന്നെ ഈ ഒരു ഫ്രണ്ട് ക്ലാസ് മാറിയിട്ടുണ്ട്. വേറെ തട്ടലോ മുട്ടലോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ബാറ്ററി 2022 മാറിയിട്ടുണ്ട്. വാറണ്ടി കാർഡൊക്കെ ഉണ്ട്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാഹനം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഒരു പകുതിയോളം ഓടാനുണ്ട്. ടയർ 205/60 16 ടയറാണ് വരുന്നത്. 4 ഒരേ ക്വാളിറ്റിയിലുള്ള ടയറാണ് കേട്ടോ. ഫ്രണ്ട് ബ്രാക്ക് പാഡ് ഇപ്പം ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. ഓയിൽ സർവീസൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ആക്സിഡൻ്റ് ആവാത്ത വണ്ടിയൊന്നുമില്ലല്ലോ. സംഭവം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മാറി, ബോണറ്റ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ബോണറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. എഞ്ചിനൊന്നും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിനൊക്കെ ഓടിച്ചാൽ അത്യാവശ്യം നല്ല പവറുണ്ട്, മിസ്സിംഗ് ഒന്നുമില്ല, അറപ്പില്ല, സസ്പെൻഷൻ അടിപിടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം ഒരു അത്യാവശ്യം മൈലേജും ഉണ്ട്. ഹൈവേയിൽ ഒരു 14 കിലോമീറ്റർ മൈലേജാണ് നമുക്ക് കിട്ടിയത്. സംഭവം എന്ന് പറഞ്ഞാൽ 1.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മൈലേജൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും പെട്രോൾ വേരിയൻറ്റിൽ വലിയ പണി വരാത്ത ഒരു വാഹനമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം വന്നെടുക്കാം. നെടുമങ്ങാടാണ് വണ്ടി കിടക്കുന്നത്. നെടുമങ്ങാട് ടൗണിന് അടുത്തായിട്ടാണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് പോലും ഇല്ല, അത്രയ്ക്ക് സൈലൻ്റ് ആണ് ഈ ഒരു വാഹനം. വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയാൽ ഭയങ്കരമായിട്ട് സ്മൂത്താണ്. ഓയിൽ സ്റ്റിക്കിൽ കൂടെ ഓയിലടിയ കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ പുറത്തോട്ട് ലീക്കില്ല. അതുപോലെ തന്നെ കൂളൻ്റ് ലീക്കോ, ഗിയർ ഓയിൽ ലീക്കോ, ആക്സിൽ സൗണ്ടോ ഒന്നുമില്ല ഞാൻ വാഹനം ഓടിച്ചതിൽ. ധൈര്യമായിട്ട് വന്നെടുക്കാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ബോണറ്റും അതുപോലെ തന്നെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ആയിട്ട്. പിന്നെ കമ്പനിയിൽ നിന്നാണ് മാറിയിട്ടുള്ളത്. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കരമായിട്ട് സ്മൂത്താണ്. നമുക്ക് ഡ്രൈവ് ചെയ്ത് ഒന്ന് ഓടിക്കാം എങ്ങനെയാണെന്ന്. അകമൊക്കെ നമുക്ക് കാണിക്കാം ഫുള്ളായിട്ട്. കണ്ടോ, ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളും ബാക്കിലായാലും ഡോറൊന്നും റീപ്ലേസ്മെൻ്റ് ഇല്ല. കമ്പനി സീറ്റിൻ്റെ കൂടെ കവറിട്ടിരിക്കുകയാണ്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ വണ്ടി ആണെങ്കിലും റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ റേറ്റ് പറയാം. പിന്നെ ബാക്കിലാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന് ആക്സിഡൻറ്റോ കാര്യങ്ങളോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിക്കിയിലാണ് ഈ കാണിക്കുന്നത്. ഡിക്കി ആയാലും അത്യാവശ്യം നല്ല സൂക്ഷിച്ച് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഹനമാണ് കേട്ടോ. ബാക്കിലായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര പോകുന്ന ഫാമിലിയായിട്ട് യാത്ര പോയി സഞ്ചരിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതാണ് ഹുണ്ടായി നിയോ ഫ്ലൂയിഡിക് എലൻട്ര ഓട്ടോമാറ്റിക് VVT ആണ് കേട്ടോ. വേരിയബിൾ വാൾവ് ടൈമിംഗ് ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല പിക്കപ്പാണ് ഈ ഒരു വാഹനത്തിന് ഓടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വാഹനം സെയിലിനിട്ടതുകൊണ്ടാണ്. ഞാൻ ഒരു മെക്കാനിക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യം പോലെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലേ. ഇത് നെടുമങ്ങാട് രജിസ്ട്രേഷനാണ്. വണ്ടിയാണ്, നെടുമങ്ങാട് രജിസ്ട്രേഷൻ ആക്കിയതാണ്. അപ്പോൾ ആക്സിഡൻറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ബോണറ്റും ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ അത് കമ്പനിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,50,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. നമുക്കിതിൽ സംസാരിച്ച് ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഒരു വാഹനമാണ് കേട്ടോ. ഇനി ഇതിൽ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത്യാവശ്യം എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഓടിച്ച് നോക്കിയതിൽ ഞാൻ മുമ്പ് ഓടിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ഫ്രണ്ട് ബ്രാക്ക് പേഡൊക്കെ ഇപ്പം ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. സർവീസ് വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കമ്പനിയാണ് കൂടുതലും ചേഞ്ച് ചെയ്യുന്നത്. ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും വാഹനത്തിൽ സൈലൻറ്റ് നോയ്സ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാർക്കിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ റിവേഴ്സ് ന്യൂട്രൽ ഇട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ആക്സിലേറ്റർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, ഡ്രൈവിലിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല സൈലൻ്റ് ആണ് കേട്ടോ. ബ്രേക്ക് ആയാലും അത്യാവശ്യം നല്ല സ്മൂത്ത് ബ്രേക്കാണ്. വണ്ടി സ്മൂത്തായിട്ട് റണ്ണായി വണ്ടി ഓടുന്നുണ്ട്. ക്ലച്ചൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. ക്ലച്ചൊക്കെ എല്ലാം ഓക്കെയാണ്. ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. പക്ഷെ നോയ്സ് ഒന്നും അധികം ഇല്ല. അത്യാവശ്യം നല്ല സൈലൻ്റ് ആണ് വാഹനം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുതിപ്പാണ് വാഹനം. നമ്മളിപ്പം മാനുവൽ വണ്ടി ഓടിക്കണേക്കാളും ഭയങ്കരമായിട്ട് നല്ല ഫാസ്റ്റിന് വണ്ടി കയറുന്നുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഹുണ്ടായി വണ്ടികളിൽ ഓട്ടോമാറ്റിക് ഹുണ്ടായി വണ്ടി വരുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ്. എന്ന് വെച്ചാൽ എല്ലാം ഗിയർ ഇടുന്ന പൊസിഷൻ ആയാലും ഓട്ടോമാറ്റിക് ഭയങ്കര ഫാസ്റ്റാണ്. മാരുതി വണ്ടി അപേക്ഷിച്ച് എല്ലാം നല്ല ക്ലിയർ ആണ്. പിന്നെ സർവീസ് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ ട്രാൻസ്മിഷൻ ഒന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം, നിങ്ങൾ ഈ വാഹനം എടുത്തതായാലും സർവീസ് പക്ക ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ കംപ്ലൈൻറ്റ് വന്നാൽ ഓട്ടോമാറ്റിക് നല്ല റേറ്റ് വരുന്നതാണ്. സസ്പെൻഷനൊന്നും വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. സസ്പെൻഷൻ എല്ലാം ഓക്കെയാണ്. പവർ 1.8 വരുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ അറിയാം 1800 cc അടുത്ത് വരും. 1700 ചില്ലറ cc ആണ് വരുന്നത്. അപ്പം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര പുള്ളിങ് ആണ് സംഭവം. മൈലേജ് നമുക്ക് ഈ ഒരു ചെറിയ റോഡിലൊക്കെ ആണെങ്കിൽ ഒരു 12 പ്രതീക്ഷിക്കാം. ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരു 14-15 മാക്സിമം. അപ്പോൾ ഇത്രയും cc വരുന്നതുകൊണ്ടാണ് ഈ ഒരു മൈലേജ്. 4 സിലിണ്ടർ ഇൻലൈൻ വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്തതിലും എല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നെടുക്കാം. ഈ ഒരു വാഹനം 4,50,000 രൂപയാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. പിന്നെ വിളിക്കുമ്പോൾ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ ഇതിൽ യൂട്യൂബിൽ കിടക്കുന്ന നമ്പർ വിളിക്കരുത്. ഇതിൽ തന്നെ ഈ വീഡിയോയിൽ കൂടെ തന്നെ കൊടുക്കുന്ന നമ്പർ തന്നെ വിളിക്കാവൂ. രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ടൊരു 6-7 മണിക്കകത്ത് വിളിക്കാവൂ. നൈറ്റ് വിളിക്കരുത്. നിങ്ങൾ വേറെ രാജ്യത്തെ ഈ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നൈറ്റ് ഒരു 7 മണിക്ക്, ഇന്ത്യൻ സമയം ഒരു 7 മണിക്കകത്ത് നിങ്ങൾ വിളിക്കാവൂ. ചിലപ്പം ഡിസ്റ്റർബ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ഈ ഒരു വാഹനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം വന്ന് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഹുണ്ടായി നിയോ ഫ്ലൂഡിക്ക് എലൻട്ര 1.8 SX 80 ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം എടുക്കാം. കംപ്ലൈൻ്റ് ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടി കേരള നെടുമങ്ങാട് രജിസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വാഹനം വന്ന് കാണുക. നെടുമങ്ങാടാണ്. ഓക്കെ, ബൈ, സി യു.